ഒരെണ്ണത്തിനെ വിളിച്ചാ കാണൂല. കൊരയ്ക്ക് മുട്ട തിന്നു പിടിക്കും. പക്ഷെങ്കിൽ ഒരു ഉരുളിക്ക് നന്ദിയുണ്ട. ഈ വേലക്കാരെന്ന് പറയുന്ന ചെയ്താമാരെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാൽ തന്നെ പകുതിക്ക് സമാധാനം കിട്ടും. അല്ലാ എടി, അവനെ നിങ്ങളുടെ ചിരിക്കാണ്. എഴുന്നേറ്റ് പോയ കോയിലെ നാട്ടുണ്ടേ. ഈ ഉമ്മയ്ക്ക് എന്താ ഒരു ചാക്ക് നെല്ല് മുഴുവനും കോഴി തിന്നോന്നില്ലല്ലോ. അത് ശരി, നീ ഞമ്മളെ പഠിപ്പിക്കാൻ വരികയാണ്. ദേ പടച്ചോ നിരക്കാത്ത വർത്താനം പറഞ്ഞാലുണ്ടല്ലോ, നാട് നോക്കി ഒരു ഒറ്റ ചമട്ട് വെച്ചരും. കൊണ്ടൊരു കോയിൽ. കണക്കെഴുത്ത് കിഷൻ നായരെ, എന്തോ ഇന്നലെ പറഞ്ഞ കണക്ക് പുടി കിട്ടിയാ നായരെ? പുടി കിട്ടിയാ? ഏതാണ്ട് ഒരു രൂപരേഖ തെളിഞ്ഞു വരുന്നുണ്ട്. അല്ലാതെ ഈ പൊണ്ടാര കോഴികൾ പിന്നെയും വന്നല്ലേ. കതീശ, കതീശുമ്മ, ഓ ഈ കോഴികളെ കൊണ്ട് ഞമ്മള് തോറ്റു. ഒന്ന് പോകോയി. കേട്ടാ നായരെ, നമ്മുടെ കെട്ടികളുടെ തൊണ്ടേന്റെ അകത്തുള്ള ഏതോ ഞരമ്പ് പൊട്ടിയ സവിണ്ടാ കേട്ടത്. വിളിച്ചാ? വിളിച്ച്. നിന്റെ തൊള്ളേന്റെ അകത്ത് റേഡിയോന്റെ സമിണ്ടെന്ന് കുറയ്ക്കണമല്ലോ. അപ്പുറത്ത് നടക്കണതല്ലേ നിങ്ങൾ അറിയുന്നുണ്ടാ? ഒരു 100 കൂട്ടം പണിയുണ്ട്. അതിന്റെ ഇടയിൽ കോഴികൾ വന്ന് നെല്ല് മുയ്യുവാനും തിന്നണ്. ഒരു പെണ്ണുള്ളതാണെങ്കിൽ എപ്പോ നോക്കിയാലും കിട്ടാമെന്ന് പറഞ്ഞു വെച്ച കിടപ്പാണ്. ഒച്ചയെടുത്ത് എന്റെ തൊണ്ട പൊട്ടാറായി. അതാണ് ഞമ്മള് പറഞ്ഞത് നിന്റെ സമിണ്ടെന്ന് കുറയ്ക്കാൻ. ഇവിടെ നായർക്കിരുന്ന് കണക്ക് ചെയ്തേ. അതിന് എന്റെ ഒച്ചയെന്ന് നായർക്കിടെ കണക്ക് വെച്ചിടോ മായച്ചളേവാ. എന്താ നായരെ? എനിക്കൊരു കുഴപ്പമില്ല. കേടക്കണം. അനുവാസം കൂടി കിട്ടിയ ഇവിടെ ഒരു വെടിക്കെട്ട് നടത്താൻ കൂടി അവള് മടിക്കില്ല. എന്താടി ദാവരന് വേറൊരു വെടിക്കെട്ട് ചതിച്ച കല്യാണ കേസ് പറയാൻ വേണ്ട വരവാണ്. ദേ ഞമ്മളെ എപ്പുറത്തൊന്നും വിളിച്ചാക്കല്ലേ കേട്ടാ. മോളെ ഇച്ചിരി അങ്ങനെ മാറി നോട്ടാ, തലയിൽ വീഴും. ദാസാ, ആ രണ്ടെണ്ണം കൂടി കേറിയിട്ട് നിർത്തിക്കോട്ടാ. ചാക്കി നമ്മളങ്ങനെ കൊണ്ടുപോവേണേ. റബ്ബില്ലാലമീനായ തമ്പുരാനെ, എന്തോ ഒരു അടക്കം നമ്മൾ പറിച്ചു കൂട്ടിയേക്കണ ഒരു പരമ്പത് കയ്യും കണിക്കൊണ്ടായിനി. ഇത് കണ്ട പോലെ ഇപ്പതേ അയമ്പൂല്ല. വെള്ളവും വെള്ളവും ശരിക്കില്ലാതായിട്ട് എത്ര കാലായി. അത് ശരിയാണ്. ഈ തെങ്ങും കവുങ്ങൂന്നൊക്കെ പറഞ്ഞാ ഒരനത്തിപ്പെട്ടാണ്. നമ്മൾ അങ്ങാടും അടുത്താൽ ഇങ്ങാട് കിട്ടും. ഇല്ലേ ഇല്ല, അതല്ലേ എന്റെ കളി. പായക്കുഴപ്പം കൂട്ടാൻ വെക്കാനാ? അതെ. മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ അച്ഛനാണ്. ഇച്ചിരി പരിപ്പ് കൂടി ചേർന്ന ജോറായി. നമ്മുടെ സൂറാക്ക് പെരുത്തി ഇഷ്ടമാണ്. ഇവിടെ അമ്മയ്ക്കും വലിയ ഇഷ്ടാ. കേരളക്കാർക്ക് മക്കളൊന്ന് സർക്കസ് കാണിക്കണ്ടാ. മതി മതി. ഓൻ പുതിയോ ഞാനേ. സുഹറെ കണ്ടിട്ട് കൊറേ നാളായല്ലോ. ഞാൻ അന്വേഷിച്ചു അറിയോ? പറയാലോ മോളെ. അതിനെന്താ? തമ്പുരാട്ടിക്ക് എങ്ങനെയുണ്ട്? കിടപ്പന്നെ. അത്ര പെട്ടെന്നൊന്നും മരുന്ന് സൂക്കേടല്ലോ. ആരാ സാവിത്രി അവിടെ? ചെയ്താലും മാപ്പിള അമ്മേ. ചെല്ലി ചെല്ലി ബക്കം ചെല്ലി. മോളെ സാവിത്രി. എന്താ അമ്മേ? പുറം ചുട്ടിട്ടോ ഊട്ടിയെ? എഴുന്നേറ്റിരിക്കണം അമ്മയ്ക്ക്. ചെയ്താൽ എന്തിനു വന്നത്? അടക്കി പറിക്കാനാ? അകത്തുള്ള ആൾക്ക് ഇപ്പഴും സുഖമായില്ല അല്ലേ? ഇല്ല. കോട്ടയ്ക്കിലോ ഒറ്റപ്പിലാവിലോ കൊണ്ടുപോയാ സുഖാവുന്നാ തോന്നണേ. പക്ഷേ പരശോനെ, എങ്ങനെ ബൗസിൽ കഴിഞ്ഞിരുന്ന ഇല്ലാതെ. ഇവിടുത്തെ ആനക്കാരനായിരുന്ന കാലത്ത് ബാപ്പ എല്ലാ കഥയും പറയാറുണ്ട്. അതൊക്കെ ഒരു കാലം. ഇന്ന് കുടുംബം വളർത്താൻ അമ്പലത്തിലെ ശാന്തി വേണ്ടി വന്നു വെച്ചാൽ തീർന്നല്ലോ. നല്ല കാലത്ത് പഠിച്ച വേദങ്ങളും മന്ത്രങ്ങളും ഇത്രയ്ക്കെങ്കിലും ഉപകരിച്ചു എന്നിരിക്കുക. ചെറിയമ്പൂരിക്ക് ഒരു ജോലി കിട്ടിയ ഒക്കെ ശരിയാവൂലേ? നല്ല പഠിപ്പുള്ള ആളല്ലേ? പിന്നെ MA ഫസ്റ്റ് ക്ലാസ്സാ. പറഞ്ഞിട്ടെന്താ, ജോലി കിട്ടണ്ടേ? വല്ല പ്രൈവറ്റ് കോളേജിലും കിട്ടണമെന്ന് വെച്ചാൽ കൊടുക്കണം 1.5 ലക്ഷം 2 ലക്ഷം. എല്ലാം മാറൂന്ന് കൂട്ടിക്കോളേ. പഠിച്ചമ്പലാന്ന് പറഞ്ഞാൽ അത് മുകളിൽ ഇരിപ്പണ്ടല്ല. നിങ്ങൾ ബേജാറാണ്ടിരി. നാരായണൻ ഇങ്ങനെ ജോലി ഇല്ലാണ്ട് നടക്കണം കാണുമ്പോ സഹിക്കുന്നില്ല. കാര്യമില്ല സതി. മാഘൻ പറഞ്ഞത് ശരി. ധനം സമ്പാദിച്ചോളൂ, കല നിഷ്ഫലമാണ്. കാലം മാറിയില്ലേ?
ഇന്ന് കവിത എഴുതി ജീവിക്കുന്നവരില്ലേ? അത് മാത്രമായി ജീവിക്കണ ചുരുക്കം. ആ, കഴിഞ്ഞ ആഴ്ചയിൽ ഇന്റർവ്യൂ എന്തായി? ആ ജോലി കിട്ടുവോ? കിട്ടണു. ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ 3 സകാരങ്ങളിൽ ഒന്നെങ്കിലും വേണം. സകാരങ്ങളോ? അതെ, സമ്പത്ത്, സ്വാധീനം, സംവരണം. ഇതൊന്നുമില്ലാത്തവർക്ക് ശകാരം കേട്ട് മടങ്ങാം. ഞാൻ പോവാച്ചാ. എന്താണ്? ഞാനേ പിന്നാക്ക് പോകാൻ പോവാ. പിന്നാക്ക് സൂറത്താക്കി. സൂറത്തേക്ക് എന്തിനാ പിണ്ണാക്ക്? ആടിനാ? സുഹൃത്താന്റെ അമ്മിനിക്കുട്ടിക്ക്. എന്നിട്ട് നീ ഇവിടൊക്കെ കറങ്ങി നടക്കായിരുന്നല്ലേ? ഞാൻ സുഹറയോട് പറയട്ടെ. പിന്നാക്ക് നാളേക്കേ നീ ഒരു ബീഡിങ് വാങ്ങിച്ചേ. കാശുതാ. കാശ് അല്ലേ? വേണ്ട വേണ്ട, ബുദ്ധിമുട്ടണ്ട. ബാക്കി കാശിനെ കപ്പലിന്റെ വാങ്ങട്ടാ ചേച്ചി. ഇവനെ പോലെ ആയാ മതിയായിരുന്നു. എന്താ? ബന്ധുക്കളായ ആരുമില്ല, എന്നാൽ ലോകം മുഴുവൻ ബന്ധുക്കള്. വീടും കുടിയുമില്ല, എന്നാൽ എല്ലാ വീടും അവന്റേത്. ജാതി മതവും തിരിച്ചറിയാത്തൊരു പേരും. ബുദ്ധൂസ്. ഭാഗ്യവാൻ. നീ ഇതിനെ കുറിച്ച് ഓവറായിരുന്നു. വീട്ടിൽ ചെന്നപ്പോ അച്ഛൻ അറിഞ്ഞോ? ആ, അച്ഛൻ അമ്പലത്തിന്റെയും സമുദായത്തിന്റെയും പുറകെ കിടക്കല്ലേ. അങ്ങേർക്ക് എവിടുന്ന സമയം? വന്നപ്പോ ലേറ്റായി. നിന്റെ അല്ല അച്ഛൻ. നോക്കി. എന്ന് സതി നടന്നോളൂ. ഞാൻ വായനശാലയിൽ നിന്ന് കയറിട്ടില്ല. അപ്പോഴേ ഒരു പാട്ട് നമ്മ കൂടി പാടിത്തരണേ. ടീച്ചറെ ഒന്ന് നിൽക്കുന്നേ. നമ്പൂതിരിമാരോട് മാത്രമേ മിണ്ടൂ തോന്നുന്നു, അതോ എംഎക്കാരോടോ? ഏയ്, എല്ലാം അറിയണ്ട കേട്ടാ. വെളിച്ചപ്പാടെ, തനിക്കറിയാവല്ലോ ഈ അമ്പലത്തിനും നമ്മുടെ സമുദായത്തിനും വേണ്ടി ഞാൻ പെടുന്ന പാട്. എന്നിട്ട് ജനങ്ങൾക്ക് നന്ദിയുണ്ടോ? കുറ്റം കൊണ്ട് കൂലിയും. എവിടെ എന്റെ വാളും ചെലമ്പും എന്ന് എനിക്കങ്ങനെ പറയാൻ തോന്നുക നാട്ടുകാരനെ പറച്ചു കേൾക്കുമ്പോ. മേനില്ലെങ്കിൽ ഈ അമ്പലം എന്നേ ഇടിഞ്ഞു പൊളിഞ്ഞു പോവുമായിരുന്നു. ഓരോ അറ്റകുറ്റപ്പണികളും തേടി പിടിച്ച് ശരിയാകുമ്പോ ആർക്കൊരു വിലയില്ല. നടാ സുന്ദരാ പിടി. അതൊക്കെ പൈസ വെട്ടിക്കാൻ വേണ്ടിയാണല്ലേ പുതിയ കണ്ടുപിടുത്തം. പ്രസിഡന്റ് സ്ഥാനം വലിച്ചെറിഞ്ഞിട്ട് പോരാ, അതാ വേണ്ടത്. ജനങ്ങളൊന്ന് പഠിക്കട്ടെ. അസലായി. പിന്നെ ആരാടോ ഇതൊക്കെ കൊണ്ടു നടത്താൻ? ഒന്ന് ആലോചിച്ചാൽ അതും നേരാ. കക്ഷത്തിലുള്ളത് കളയാതെ ഉത്തരത്തിൽ നിന്ന് എടുക്കണം എന്നാണല്ലോ. തിരുമേനി തിരുമേനി പോവായോ? പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ലല്ലോ, വൈകിട്ട് വരാം. ആ ഊട്ടുപുരയുടെ താക്കോലിട്ട് വന്നേക്കൂ. അവിടെയും കുറച്ച് റിപ്പയർ ഉണ്ട്. താക്കോല് സൂക്ഷിക്കണം, ഉരുളിയും മറ്റു സാധനങ്ങളൊക്കെ ഉള്ളതാ. അത് പിന്നെ മേനോട് പ്രത്യേകിച്ച് പറയണോ തിരുമേനി? അതെ, വാള്, ഉളി, കാല്. സോറിയോ? ചെറിയൊരു പേടിച്ചോ? അയ്യേ, പെണ്ണ് മരം കയറി, പെണ്ണിന്റെ മാപ്പിള തീക്കോരി. ഇനി കുറെ മാപ്പിളമാര് തീ വരട്ടെ. ആ, ആകാശം മുട്ടുന്ന കവുങ്ങിന്റെ തുഞ്ചത്ത് കയറി സർക്കസ് കാണിക്കുന്ന ബാപ്പയുടെ മോളല്ലേ നീ? ഇതും ചെയ്യും, ഇതിന്റെ അപ്പുറവും ചെയ്യും. ആട്ടെ, നീ എന്താ പാട് ചെയ്യണേ? ഇത്തിക്കണ്ണി ഒടിക്കുക ആടിന്. ആ സൂറ. 14 രാവുദിച്ചത് മാനത്തോ, കല്ലായി കടവത്തോ. അങ്ങനെയല്ല. പിന്നെങ്ങനെയാ? 14 രാവുദിച്ചത് മാനത്തോ, കശുമാവിൻ കൊമ്പത്തോ. അല്ലല്ലോ, ഈ ആറേറ്റാ ഒറ്റയ്ക്ക് ഇങ്ങനെ വർത്താനം പറഞ്ഞേ? ഞാനോ? ആ, ഞാൻ വർത്താനം പറഞ്ഞില്ലല്ലോ. പിന്നെ ഞാൻ കേട്ടല്ലോ ഇപ്പൊ. അത് ജിന്ന്. അതെ, ഇതിനെക്കാട്ടിയും വലിയ ജിന്നൊക്കെ നമ്മൾ ഇറക്കിക്കലും മോനെ. അന്റെ മോളൊന്നും ഞമ്മടുത്ത് വേണ്ട കേട്ടോ. കോലത്താൻകുടി ആയ്മുട്ടിക്കാന്റെ മോളുടെ ജിന്നല്ലേ?
കണ്ടപ്പോ നമ്മൾ പേടിച്ചു പോയി. ആര്? നമ്മള് അല്ലല്ലല്ല, സൂറ, ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ സ്കൂളിൽ പഠിച്ച കുട്ടിയല്ലേ? കൊറേയൊക്കെ മാറ്റം ചെയ്തില്ലേ? ഇനിയും കൊറേയൊക്കെ ഉണ്ട്. ഇങ്ങള്, ഞമ്മള്, പറയൂ. ഞാൻ പറയുമ്പോ വേറൊരാളെ പറ്റി പറയും പോലെ, നമ്മളല്ലാത്ത പോലെ. പിന്നെ വന്ന് ഞമ്മള് ചെറിയ തിരിച്ച് ഞാൻ എന്റെ ബദരീങ്ങളെ. എന്താ മൈലരെ, നിന്നെ വിളിക്കുമ്പോ തന്നെ അന്നൊന്ന് കാണാൻ തന്നെ ഈ കുറച്ച് കായ് തരാന്ന് പറഞ്ഞിരുന്നല്ലോ. അത് ഞമ്മന്റെ കായുണ്ട് മൈലരെ. ഇന്നലെ ഈ വരുന്നും കരുതി ആ വർഗീസിന്റെ കടയിൽ മോൾ അങ്ങനെ കാത്തിരുന്ന് മനസ്സിലങ്ങനെ പറ്റിക്കരുതട്ടാ. ഞമ്മള് മുട്ടനാട്ടെ നോക്കി പോയിരിക്കായിരുന്നു. എവിടെയെല്ലാം പോയെന്ന് അറിയാം മൈലാർക്ക്? ഈ ഇങ്ങനെ മുട്ടനാട്ടിൽ നോക്കി നടന്നോ, അവസാനം എന്റെ പെണ്ണാട്ടിനെ വല്ലവരും കൊണ്ടുപോകും. എന്താ മൈലരെ നിങ്ങൾ പറഞ്ഞു? അതെ, ഈ നായർ കുറിച്ച പുലിവാലി എന്ന വാർത്തയിൽ നമ്മള് ബഹദൂർ കപാലെ പാട്ടി എടുക്കണമെങ്കിൽ ഇല്ലെങ്കിൽ കേട്ടോ, കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പയം കാക്ക കൊത്തി പോകും, അന്നോ കാക്കച്ചി കൊത്തി പോകും. എന്നുവെച്ചാ കുന്തം. എടാ, അനക്ക് വേണ്ടി പറഞ്ഞു വെച്ച പെണ്ണല്ലോള് സൂറ. ആ ഓൾ ആണുങ്ങൾ കൊണ്ടുപോകുന്നു. ആ ചെറും പൂരിയിട്ടല്ലേ കിന്നാരം. അല്ല, നമ്മളൊന്നും പറയുന്നില്ല. നേരാണ് മൈലാരെ. അല്ല നോള, മേടിക്കലും നിന്ന് കുഴഞ്ഞു പറയാൻ നമ്മൾ എത്ര പ്രാവശ്യം കണ്ടിക്കലും. ഞാൻ പോട്ടെ, ആരോടെങ്കിലും കുറച്ച് കായിട്ടോ നോക്കട്ടെ. നിൽക്കും മൈലാരെ. അതെ, ഈ ഓടിച്ചെന്ന് ഓളോട് ചോദിക്കൊന്നും വേണ്ട. രഹസ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചെടുക്കാൻ ഒരു വശം വേണം. ഇങ്ങനെ എന്നാ ഞാൻ തരട്ടെ. കണ്ട നമ്പൂരി ചക്കന്മാരോട് കൊയഞ്ഞു പറയാൻ എനക്കൊരു മടിയില്ല. ഞാൻ ആരോടും കഴിഞ്ഞു പറഞ്ഞൊന്നുമില്ല. എന്താണ്ടാ ഇവിടെ മനുഷ്യന്മാരെ നിസ്കരിക്കാൻ സമ്മതിക്കൂലേ? ഇയാൾക്ക് ഇവിടെ എന്താ കാര്യം? ചെറിയമ്പൂരി ഞമ്മളെ കാണാൻ വന്നാണ്. അന്തിക്കും മോന്തിക്കൊക്കെ കാണാൻ പറ്റില്ല. അതിനെന്റെ മുമ്പൂട്ടി ഞമ്മളെ അടക്കാ കച്ചവടക്കാരനല്ലേ എന്ന്, അല്ലാണ്ട് ഡാക്കറ്റൊന്നുമല്ലല്ല കാണാൻ പറ്റുന്ന സമയം ബോർഡ് മെഴുതി തൂക്കാൻ. അതവിടെ നിൽക്കട്ടെ. സൂറ എന്റെ ആരാ? ഞമ്മളെന്റെ മാമ, സൂര എന്റെ മോള്. എന്തേ? അതല്ലാണ്ട് ആരും അല്ലെന്നാ ഞമ്മക്കറിയേണ്ടത്. അല്ലാണ്ടാര്? ഓളെ നമുക്ക് കെട്ടിച്ചേരാന്ന് മാമ പറഞ്ഞിട്ടുണ്ടാ? അത് ശരിയാണ്. അതും പറഞ്ഞ് മാമ കുറെ കായ് വാങ്ങിയിട്ടുണ്ടാ? ഞാൻ പോട്ടെ. ഇന്നലെ അവിടെ നിൽക്കുന്നേ എന്റെ മോൻ യൂസഫിന്റെ ചികിത്സക്കായിട്ട് ഓനോട് നമ്മൾ കുറച്ച് കാശ് കടം മേടിച്ചിട്ട്, എന്നിട്ട് ഓളെ നിൽക്കാതെ വെച്ചേരാത്തെന്ന്. അതിന് ഓന് സമ്മതിക്കണ്ടെന്ന്. അത് ഓളെ സമയം എന്തിനാണെന്ന്. പിന്നെ എന്റെ നിൽക്കാതെ എന്റെ സമയം നോക്കണ്ടേ? ആ, അനക്കെന്താ സമയമില്ലാത്ത? എന്റെ മമ്മൂട്ടി, നീ ഒന്നിപ്പോ പോ. ഇതറിഞ്ഞിട്ടേ നമ്മൾ പോണുള്ളൂ. അനക്കെന്താ സമയമില്ലാത്ത? ഉണ്ട കണ്ണു നോട്ടം. എനിക്ക് ഇങ്ങനെ പേടിയാ. അറുത്ത് വെച്ച ആടിന്റെ തല നിങ്ങളെ കാണുമ്പോ ഓർമ്മ വരിക. അനക്ക് നമ്മളെ പേടിയാണല്ലേ? പേടിയൊക്കെ നമ്മളെ മാറ്റി തരാം. ആ, ബാബാ, എന്താണ് മൂപ്പ? കാലം കുറെയായി നമ്മൾ ഇവിടെ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയാവില്ല. മൂപ്പൻ ഇന്ന് ഇതിനൊരു സമാധാനം ഉണ്ടാക്കണം. അതിന് നിന്റെ കൂടെ ജീവിക്കാൻ സുഹറായിക്ക് സമ്മതമില്ലെന്നാണല്ലോ സൈതാലിക്ക പറയണത്. ഓക്കറ സമ്മതം വേണ്ടി വരുമെന്നാ? നമ്മളെ ഇന്ന് പണം വാങ്ങുമ്പോ ഓർക്കണമായിരുന്നല്ല. സൈതാലിക്കാന്റെ കയ്യിൽ ഇപ്പൊ പണമില്ലാന്ന് എനിക്കറിയില്ലേ? അതല്ലേ പറഞ്ഞ കെട്ടിച്ചു തരാൻ. പണം നമ്മൾ ചോദിച്ചില്ലല്ല. മൂപ്പൻ പള്ളി കമ്മിറ്റിയുടെ ആളല്ലേ? മൂപ്പൻ പറഞ്ഞ ഓള് സമ്മതിക്കും. ശരി, മൂപ്പൻ മറക്കുവോ? ഇല്ലടാ മമ്മൂട്ടി. പിന്നെ ഇപ്പൊ വേറൊരു മുസീബത്തും കൂടെ വന്നിട്ടുണ്ട്. അതെന്താണ്? ഓൾക്കിപ്പോ ചെറിയ പോലെയായിട്ടൊരു ലോഹ്യം. അന്തിമോന്തി ഇല്ലാണ്ട് ഓനവിടെ കയറി ഇറങ്ങി നടക്കണം. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഏതായാലും നമ്മൾ സൂറാനെ കണ്ട് ഒന്ന് ഉപദേശിക്കാം. നീ ബേജാറാകാണ്ടിരിക്കും മമ്മൂട്ടി. നമ്മളേറ്റ് അത് മതി.